ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു രാജ് ടോക്സ്. രണ്ട് സിനിമയുടെ വിശേഷങ്ങളാണ്. ഡൈ ഇസ്രി അങ്ങനെയാണെന്ന് തോന്നുന്നു പ്രൊനൗൺസ് ചെയ്യുന്നത്. കുറേ ഗൂഗിളിൽ സെർച്ച് ചെയ്തു, ടീസർ കണ്ടു. ഇപ്പോഴും എൻ്റെ ഞെട്ടൽ മാറിയിട്ടില്ല പരമുള്ള ഒരു രക്ഷയില്ല. എനിക്ക് പൊതുവേ ഈ ഹൊറർ സിനിമകളോട് അത്ര താല്പര്യമില്ല. എനിക്ക് ഈ പ്രേതങ്ങളാണെങ്കിലും എനിക്ക് ഇവറ്റകളെ ഇഷ്ടമല്ല. കണ്ട അപ്പം ദേഷ്യം വരും. അങ്ങനെ വിശ്വാസമില്ലാത്തതുകൊണ്ട് എനിക്ക് ഐ ഡോണ്ട് ലൈക്ക്. പക്ഷേ ഇത് കണ്ടിട്ട് ഒരു രക്ഷയില്ല കേട്ടോ. എനിക്ക് രാഹുൽ സദാശിവൻ, ഭ്രമയുഗം, ഈ കാര്യങ്ങൾ, ക്രിസ്റ്റോ സീവറിൻ്റെ മ്യൂസിക്, കാര്യങ്ങളൊക്കെ മാറ്റി വയ്ക്കാം. എനിക്ക് ഈ പടത്തിൽ ഭയങ്കരമായിട്ട് ടീസർ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടത് പ്രണവ് മോഹൻലാലിനെയാണ്. പുള്ളി ഞെട്ടിച്ചിട്ടുണ്ട്. അതായത് നമുക്ക് അറിയാലോ, അധികമൊക്കെ കാണേണ്ട ആവശ്യമില്ല. പുള്ളിയുടെ ചെറിയ റിയാക്ഷൻസ് ആണെങ്കിലും, ആ സ്റ്റാർട്ടിങ്ങിൽ പുള്ളി ലാസ്റ്റ് കണ്ട് പേടിച്ച് നിൽക്കുന്ന ആ ഷോട്ടൊക്കെ ആണെങ്കിലും, പുറകിൽ മിററുണ്ട്, മിററിൽ കാണുന്നില്ലെന്ന് തോന്നുന്നു, നമുക്കത് വ്യക്തമല്ല. പക്ഷേ സംഭവം ഞെട്ടിക്കും. ഒരു ചെറിയ പ്ലോട്ടാണ്. അതിൻ്റെ ഒരു എന്താ ദ ഡേ ഓഫ് റോത്ത് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ആങ്കർ, അതിൻ്റെ ഒരു ഫൈനൽ ഇമ്പാക്റ്റ് ആണെന്ന് തോന്നുന്നു. മൊത്തത്തിൽ അത് ആ ഒരു ആത്മാവിൻ്റെ ഫൈനൽ ആങ്കർ കാണിച്ചിട്ട് പോകുന്ന ഒരു ദിവസം. അതായത് ഡൈ ഇസ്രയുടെ മീനിങ് എന്ന് പറയുന്നത് ലാറ്റിൻ വേർഡിൽ ഒരു പാട്ടാണ്, മരണത്തിൻ്റെ ഒരു പാട്ടോ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ മീൻ ചെയ്യുന്നത്. ക്ലിയറായിട്ടൊരു ഐഡിയ കിട്ടിയില്ല. പക്ഷേ സർവ്വ കോപവും വിതച്ചിട്ട് വീണ്ടും ദൈവത്തിങ്കൽ അർപ്പിക്കുന്നത് പോലെ അങ്ങനെ എങ്ങാണ്ട് അർത്ഥം വരുന്ന ഒരു വാക്കാണെന്നാണ്. ഇനി സിനിമ ഇറങ്ങിക്കഴിയുമ്പോൾ നമുക്കറിയാം. ഒരു പക്ഷേ അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു ബലി ഇട്ടിട്ട് വെള്ളത്തിൽ മുങ്ങുന്നൊരു സീനൊക്കെ കാണിക്കുന്നുണ്ട്. ഒരു പക്ഷേ അത് സിനിമയുടെ ഏറ്റവും അവസാനത്തെ സീനായിരിക്കാം. പ്രേതത്തിൻ്റെ മൊത്തം കലിപ്പും കഴിഞ്ഞിട്ട് ഒരു പല്ലൊക്കെ അടിച്ചിളക്കി തറയിലിട്ടിരുന്ന സീനൊക്കെ കണ്ടു. എൻ്റെ പൊന്നോ, ഇതൊക്കെ എങ്ങനെ തിയേറ്ററിൽ കാണും? ഭ്രമയുഗം പോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് എടുത്താൽ പോരായിരുന്നോ? അത് കാണുമ്പോൾ ചോരയുടെ എഫക്റ്റ് ഒന്ന് കുറയുമായിരുന്നു. അപ്പോൾ എന്തായാലും സ്ട്രിക്ട്ലി നോട്ട് ഫോർ കിഡ്സ് എന്നുള്ളത് ഉറപ്പാണ്. October 31 ആണ് റിലീസ്. FDFS കൺഫേംഡ് ആണ്. ഇത് തീർച്ചയായിട്ടും കണ്ടിരിക്കണം. കാരണം ഇതിൻ്റെ സസ്പെൻസ് പൊളിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിൻ്റെ എന്തെങ്കിലും ഒരെണ്ണം ലീക്കായി കഴിഞ്ഞാൽ പിന്നെ ഈ പടം കണ്ടിട്ട് കാര്യമില്ല. അടുത്തതായിട്ട് പറയാനുള്ളത് ലോകയുടെ വിശേഷങ്ങളാണ്. നാളെ ഫിലിം റിലീസാവുകയാണ്. ഞാൻ ഇതിൻ്റെ ടീസറും ട്രെയിലറും ബാക്ക് ടു ബാക്ക് ഇരുന്ന് കണ്ടിട്ട്, ഇതൊരു വേണമെങ്കിൽ ട്രെയിലർ ഡീകോഡിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ എനിക്ക് അത്രയും ബുദ്ധിശക്തിയൊന്നുമില്ല. പക്ഷേ എൻ്റെ കാഴ്ചപ്പാടിൽ എനിക്ക് തോന്നുന്നു ഓൾഡ് ഗാർഡ് എന്ന് പറഞ്ഞിട്ട് ചാർലി ട്രോണിൻ്റെ സിനിമയുമായിട്ട് നല്ല സാദൃശ്യമുള്ളൊരു സിനിമയായിട്ട് എനിക്കത് തോന്നുന്നുണ്ട്. അതായത് ഇതിനകത്ത് ട്രെയിലറിൽ നോക്കുകയാണെങ്കിൽ ഒരു ആദിവാസി കല്യാണി പ്രിയദർശൻ്റെ ഒരു ക്യാരക്ടർ ഇങ്ങനെ മരണത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന പോലത്തെ ഒരു സീൻ കാണിക്കുന്നുണ്ട്. ഒരു പക്ഷേ പുള്ളിക്കാരി ഇമ്മോർട്ടലാണ്, ഒരു മരണമില്ലാത്ത ഒരു ശരീരത്തിന് ഉടമയാണെന്നുള്ളത് റിയലൈസ് ചെയ്യുന്നൊരു പോയിൻ്റായിരിക്കും. സെയിം ലൈക്ക് ഓൾഡ് ഗാർഡിൽ ഇതേ കോൺസെപ്റ്റാണ്. ഇവരെല്ലാം ഇമ്മോർട്ടൽസാണ്. അങ്ങനെ ഒരു ഗ്യാങ് ഉണ്ട്, സാധാരണ ആൾക്കാരുടെ ഇടയിൽ സ്വാഭാവികമായിട്ട് ജീവിക്കുന്നു. പക്ഷേ കാലപ്പഴക്കത്തിൽ എത്രയോ മരണങ്ങൾ കഴിഞ്ഞ് ആ ശരീരം റീജനറേറ്റ് ആവുകയാണ്. ഇനി മിസൈൽ വന്ന് വീണാലും ഇവർ തിരിച്ച് കൂടി വരും, കട്ട് ചെയ്ത് പോയാലും കൈക്ക് മുളച്ച് വരും. അമ്മാതിരി ടീംസാണ് ഇവർ. അപ്പോൾ അതുപോലത്തെ, കാരണം ഇതിനകത്തും അങ്ങനത്തെ സൂപ്പർ നാച്ചുറൽ സ്കിൽസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ബുള്ളറ്റിനേക്കാൾ വേഗത്തിൽ പായാൻ പറ്റുന്നുണ്ട് കല്യാണി പ്രിയദർശന്. പുള്ളിക്കാരിയുടെ ആൻ്റണിയിലെ ഫൈറ്റ്സൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇതൊക്കെ ഈസി ആയിട്ട് പുൾ ഓഫ് ചെയ്യാൻ പറ്റും. പുള്ളിക്കാരി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇൻ്റർവ്യൂവിൽ, ആകെപ്പാടെ ഏതോ 2 സീനിൽ മാത്രമാണ് ഡ്യൂപ്പായിട്ട് ഇട്ടിരിക്കുന്നതെന്നൊക്കെ. എനിക്ക് തോന്നുന്നു അന്നത്തെ ബോക്സിങ്ങൊക്കെ ആൻ്റണി, എനിക്ക് പടം മൊത്തത്തിലൊരു വേസ്റ്റ് പടമായിട്ട് തോന്നിയെങ്കിലും ജോജുവും കല്യാണിയുടെ ഫൈറ്റും നല്ല രസമായിട്ട് തോന്നി. അതാണ് ആ പടം അവസാനം വരെ കണ്ടിരിക്കാൻ ആകെ ഒരു പ്രചോദനമായിട്ട് തോന്നിയത്. അപ്പം പുള്ളിക്കാരിക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ ഇതിൽ ഫൈറ്റ്സൊക്കെ പുൾ ഓഫ് ചെയ്യാൻ പറ്റട്ടെ. പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് ഓൾഡ് ഗാർഡ്, ഞാനതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പിൻ ചെയ്യാം, ഒന്ന് കണ്ടു നോക്കും. എനിക്ക് അതുമായിട്ട് നല്ല റിസംബ്ലൻസ് തോന്നുന്നുണ്ട്. ഇപ്പോൾ ട്രെയിലറിൽ തന്നെ 2-3 ആ ഓൾഡ് ഗാർഡിൻ്റെ ഒരു റെഫറൻസ് കൊടുക്കുന്നുണ്ട്. റെഫറൻസ് അല്ലെങ്കിൽ അതുപോലത്തെ താരതമ്യം വരുന്ന സീനുകളുണ്ട്. ഫോർ എക്സാമ്പിൾ, നിനക്കൊരു മാറ്റവും ഇല്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് നിഷാന്ത് സാഗറിൻ്റെ കഥാപാത്രം. അതായത് വർഷങ്ങളായിട്ട് ഒരുപോലെ ഇരിക്കുന്നു. ഇതേ ക്യാരക്ടർ തന്നെയാണ് ഓൾഡ് ഗാർഡിൽ ചാർലി ത്രോണിലുള്ള ക്യാരക്ടറും. പുള്ളിക്കാരിയും എത്രയോ ജന്മാന്തരം ഇല്ല, കാരണം മരണമില്ല. അപ്പോൾ എത്രയോ നൂറ്റാണ്ടുകളായിട്ട് ഇതേപോലെ ജീവിച്ചു പോവുകയാണ്. അപ്പോൾ അങ്ങനെ വന്നിട്ട് ഒരു പക്ഷേ നസ്ലിൻ്റെ ക്യാരക്ടറും സൂപ്പർ നാച്ചുറൽ പവേഴ്സ് ഉള്ള ഒരാളായിരിക്കാം. കഥയുടെ അവസാനമായിരിക്കും പുള്ളിയുടെ പവർ റിയലൈസ് ചെയ്യുന്നത്. ഒരു പക്ഷേ കല്യാണി പ്രിയദർശൻ്റെ ക്യാരക്ടർ മരണപ്പെട്ടിട്ട് നസ്ലിന് അടുത്ത ദൗത്യം ഏൽപ്പിച്ചിട്ട് പുള്ളിക്കാരൻ്റെ സൂപ്പർ നാച്ചുറൽ പവേഴ്സ് എല്ലാം പുറത്ത് വന്നിട്ട് പോകുന്നതായിരിക്കാം.
രക്ഷിക്കാനായിട്ട് ഒരു പക്ഷേ ടൊവിനോയുടെയൊക്കെ ഗസ്റ്റ് അപ്പിയറൻസ് എന്ന് പറഞ്ഞിട്ട് വിക്കിപീഡിയ എന്ന് IMDbയിൽ ഫസ്റ്റ് കിടക്കുന്നത് സ്റ്റാറിങ് ടൊവിനോയുടെ പേരാണ്. വാട്ട് നോൺസെൻസ് ഇസ് ദിസ്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ദുൽഖർ സൽമാൻ്റെ ഒരു കത്തി വെച്ചിട്ട് മുഖം മറച്ചിട്ട് കറക്റ്റ് ഹെയർ സ്റ്റൈലൊക്കെ വെച്ചിട്ടൊരു ഫോട്ടോ റിലീസ് ചെയ്ത് വിട്ടിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ദുൽഖർ അല്ലെന്ന്. പിന്നെ കോൺസ്പിറസി തിയറീസിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് ഇതിനകത്ത് മമ്മൂക്ക ഉണ്ടെന്നാണ്. ഞാൻ ഓൾറെഡി കൂലിക്കകത്ത് വരെ മമ്മൂക്കയുടെ പ്രസൻസ് പറഞ്ഞു. അതുകൊണ്ട് ഇനി ഞാനൊന്നും മിണ്ടുന്നില്ല. പക്ഷേ എൻ്റെ മനസ്സിലും ആ ആഗ്രഹം തീർച്ചയായിട്ടും ഉണ്ട്. മമ്മൂക്ക വന്നാൽ എന്താ കുഴപ്പം? ആ കൈ കണ്ടിട്ടൊരു ചെറുപ്പക്കാരനാണെന്ന് തോന്നുന്നില്ല. ടീസറിൽ ആ മൂപ്പൻ ഒരു വടി പിടിച്ചിരിക്കുന്നതിൻ്റെ ഒരു ബാക്ക് ഷോട്ടുണ്ട്. ബാക്കിൽ നിന്ന് എടുക്കുന്നൊരു ഇതുണ്ട്. ട്രെയിലറിൽ വരുമ്പോൾ അത് ഫ്രണ്ടിൽ കൈയുടെ അതിൽ 369 എന്ന് എഴുതിയിരിക്കുന്നു. 369 എന്നാണത് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് മമ്മൂക്കയുടെ കാറിൻ്റെ നമ്പറാണെന്ന് പറയുന്നുണ്ട്. അതെ, ആണ്. അപ്പോൾ അതുകൊണ്ട് പുള്ളി വണ്ടി ഓടിച്ച് സെറ്റിൽ വന്ന് അഭിനയിച്ചതാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ ഈ പറഞ്ഞ ഓൾഡ് ഗാർഡിൻ്റെ സിമിലാരിറ്റീസ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. തീർച്ചയായിട്ടും ഇത് തന്നെയായിരിക്കും കഥ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഒന്നിൽ പുള്ളിക്കാരി മരണപ്പെടും, കല്യാണി പ്രിയദർശൻ. പക്ഷേ അതിപ്പോൾ ഒരു വിഷമാവില്ലേ? മരിക്കില്ല. ആ സമയത്ത് എന്തെങ്കിലും പവർ വല്ലതും കൊടുത്തിട്ട് ഈ സൂപ്പർ മാരിയോ പോയിട്ട് മഷ്റൂം തിന്നിട്ട് വളർന്ന് വലുതാവുന്നത് പോലെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ലൈഫ് ലൈൻ കിട്ടും. ഡോണ്ട് വറി. അപ്പോൾ ശേഷം ഭാഗം നമുക്ക് സ്ക്രീനിൽ കാണാം. അപ്പോൾ നാളെ റിവ്യൂസായിട്ട് തീർച്ചയായിട്ടും കാണാം. സ്റ്റേ ട്യൂൺഡ്.